മൺസൂൺ മത്സ്യസമൃദ്ധി 2026 മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി. മുണ്ടുമൊഴിയിൽ നടന്ന വിളവെടുപ്പ് ഉത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ആരിഫ ഉദ്ഘാടനം ചെയ്തു. റെഡി ടു കുക്ക് പദ്ധതിയും ഇതോടൊപ്പം ആരംഭിച്ചു. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യലഭ്യത ഉറപ്പുവരുത്താനും വിഷരഹിത മത്സ്യം ലഭ്യമാക്കുന്നതിനുമായി മലപ്പുറം ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മൺസൂൺ മത്സ്യസമൃദ്ധി 2026 പരിപാടിയുടെ ഭാഗമായി പരപ്പനങ്ങാടി മത്സ്യഭവന്റെ പരിധിയിലുള്ള വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ സലാഹുദ്ദീൻ, ഷാഹിദ എന്നിവരുടെ RIS യൂണിറ്റിലെ ആസാം വാള, തിലാപ്പിയ, വരാൽ, നട്ടാർ എന്നിവ വിളവെടുപ്പ് നടത്തി. വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആരിഫ ഉദ്ഘാടനം ചെയ്തു. പിടിച്ചെടുക്കുന്ന മത്സ്യം അവിടെ നിന്ന് തന്നെ വൃത്തിയാക്കി മസാല പുരട്ടി പാക്ക് ചെയ്ത് നൽകുന്ന പദ്ധതിയാണ് റെഡി ടു കുക്ക് പദ്ധതി. വളരെ സന്തോഷമുള്ള അവസ്ഥയിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. കുറച്ചു കാലമായിട്ട് പോറ്റിയെടുത്ത മീനുകൾ വിറ്റ് ചിലവാകുക എന്നുള്ള ഒരു സന്തോഷം തന്നെയാണ്. പിന്നെ ഏതായാലും ഫിഷറീസിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ സഹകരണത്തോടുകൂടെ നല്ലൽക്ക് തന്നെ വിളവെടുപ്പ് ഉത്സവം നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. തിലാപ്പിയും വാളൻ, നട്ടറ്, പിന്നെ വേറെ ഗൗരാമി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം കാര്യമായിട്ട് വിൽപ്പനയുള്ള തിലാപ്പിയും വാളയും നട്ടറും ബ്രാലും പിന്നെ കട്ട്ല ആ വിഭാഗത്തിലാണ്. പിന്നെ അലങ്കാര മീനുകളുണ്ട്, പിന്നെ ചെറിയ ഗപ്പി മത്സ്യങ്ങൾ എല്ലാം ഉണ്ട്. കാർപ്പുകളുണ്ട്, കാർപ്പ് ഇവിടെ ബ്രീഡാവുന്നുണ്ട്, അതിന് ലൈസൻസൊക്കെ ഉണ്ട്. 7 സെൻറ്റ് സ്ഥലത്താണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മേലോട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് മേലെ ഒരു ഹാള് പോലെ ചെയ്തിട്ട് വിപുലമായിട്ട് ചെയ്യാനുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്ന് മുതൽ റെഡി ടു കുക്ക് ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. മീൻ എല്ലാ സാധനം എല്ലാ വിഭവങ്ങളും അതിനാവശ്യമുള്ള എല്ലാം മിക്സ് ചെയ്ത് കായം തേച്ചിട്ട് റെഡിയായിട്ട് ചട്ടിയിലേക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉൽപ്പന്നമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റെഡി ടു കുക്ക് എന്നുള്ളതിലൂടെ ഇൻഷാ അല്ലാഹ് അത് ഇനിയിപ്പം നമ്മൾ കൂടുതൽ ആളുകൾ വേറെ ഏതോ മീൻ ആവശ്യപ്പെടുകയാണെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള പ്ലാനിൽ തന്നെയാണുള്ളത്. ചെമ്മീനോ ഒക്കെ കേരള സർക്കാർ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായിട്ടാണ് ആള് ഇവിടെ മത്സ്യകൃഷി ചെയ്യുന്നത്. 2015 മുതലുള്ള കർഷകയാണ്. മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന സ്ഥലമാണിത്. ആളെ ഹസ്ബൻഡും വീട്ടിലുള്ള എല്ലാ ആൾക്കാരും ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഇതുപോലെ ഡെവലപ്പ് ചെയ്തെടുത്തത്. കണ്ടിന്യൂസ് എഫേർട്ട് വേണം ഇങ്ങനെ ഒരു സിസ്റ്റം ഇത്ര സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടു നടക്കാൻ. അപ്പൊ ആളെ ഒത്തിരി അഭിനന്ദിക്കുന്നു. ഇവിടെ വരാലുണ്ട്, പിന്നെ ആറ്റുവാളയുണ്ട്, പിന്നെ തിലാപ്പിയ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ നട്ടർ, പിന്നെ ഓർണമെന്റൽ ഫിഷസ് അതൊക്കെ പരിപാലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. വാട്ടർ ക്വാളിറ്റി മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു കുട്ടീനെ വളർത്തി ഉണ്ടാക്കണം, അത്രയും കെയർ കൊടുക്കണം. അപ്പം മീനാണെങ്കിലും അത് ഇത്ര വളർച്ച മാത്രമല്ല, ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മളിപ്പോൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലുള്ള മാനേജ്മെന്റ് വേണം. നമ്മളെ സമയം, എഫേർട്ട്, നമ്മൾ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ അത്രയും ഇത് കണ്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇത് നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു കുളം കുത്തി അതിൻ്റെ ഉള്ളിൽ പഴുത വിരിച്ച് അങ്ങനെയൊന്നുമല്ല. ഇതിങ്ങനെ ഇത്രയും വലിയ 2 നില ഒരു സെറ്റപ്പാണ്. അതിൻ്റെ മേലെ അക്വാപോണിക്സ് ഉണ്ട്, കുറേ ചെടികൾ, അതിൻ്റെ കൂടെ തക്കാളി, പപ്പായ, അങ്ങനെയുള്ള കുറേ ചെടികൾ ആള് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നല്ല മോണിറ്ററിങ്ങിന്റെ ആവശ്യമുണ്ട്. പിന്നെ ഹസ്ബൻഡും എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ, ഹസ്ബൻഡ് മാത്രമല്ല മരുമകനും ഉണ്ട് ഇതിന്റെ എല്ലാ കാര്യവും കൂടെ അപ്ഡേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. പരപ്പനങ്ങാടി മത്സ്യഭവൻ ഫിഷറീസ് ഓഫീസർ അനഘ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് MK നൌഷാദ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. നബീൽ എന്നിവർക്ക് ആദ്യ വിൽപ്പന നടത്തി. റെഡി ടു കുക്ക് വാർഡ് മെമ്പർ KM ജമീല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇത് പഞ്ചായത്തിന്റെ കുടുംബശ്രീയിലൂടെ തന്നെയാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ചെറിയൊരു സംവിധാനത്തിലൂടെ തുടങ്ങി ഇതിപ്പോൾ ഈ രീതിയിലേക്ക്, ഹൈടെക് രീതിയിലേക്ക് മാറ്റിയെടുത്ത്, ശരിക്കും പറയുകയാണെങ്കിൽ ഈ മത്സ്യ കർഷക എന്ന് പറഞ്ഞ ഷാഹിദ്, സലാഹുദ്ദീൻ അവർ വളരെയേറെ എഫേർട്ട് എടുത്ത് പ്രയത്നിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിലയിലേക്ക് ഇത് വലിയൊരു സംഭവമായി മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം അവരെ കഠിനാധ്വാനം, ആത്മവിശ്വാസമാണ് അവരെ ഇതിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നല്ല സാമ്പത്തിക ചെലവുണ്ട്. അപ്പോൾ അത് അവർക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. ഇത്രയും വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഭരണസമിതി മെമ്പറായിരുന്ന സമയത്താണ് ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അവർ 5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 10 വർഷത്തോളമായി ഏകദേശം. ഇപ്പോൾ അവർക്ക് മുടക്കിയ മുതൽ തിരിച്ച് കിട്ടിയിട്ടുണ്ടോയെന്ന് സംശയമാണ്. എന്നാലും
അത് അവർ എന്നൊന്നും മടിച്ചു നിൽക്കാതെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി വളരെ പ്രയത്നത്തോടു കൂടി ഒരു വലിയൊരു സംവിധാനം ഇത് മാറ്റിയിരിക്കുകയാണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുംതാസ് ബീഗം, മുൻ മെമ്പർ അബ്ദുറഹ്മാൻ മാസ്റ്റർ, ADS ചെയർപേഴ്സൺ ബൽക്കീസ്, നാട്ടുകാരായ ഗഫൂർ, റഷീദ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മെമ്പർ അഷ്റഫ് ചേനിയത്ത്, ഫാത്തിമ മണ്ണറോട്ട്, പരപ്പനങ്ങാടി മത്സ്യഭവൻ അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ സാറാബി, രാധിക എന്നിവർ സാന്നിധ്യം വഹിച്ചു. അക്വാകൾച്ചർ പ്രൊമോട്ടർ റോജ ചടങ്ങിന് നന്ദിയും പറഞ്ഞു. ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 10 വർഷമായി മത്സ്യകൃഷി ചെയ്യുന്ന കർഷകയാണ് ഷാഹിദ സലാഹുദ്ദീൻ. നല്ല രീതിയിൽ കൃഷി നടത്തുകയും കൃത്രിമമായി വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. അലങ്കാര മത്സ്യങ്ങളും ഇവിടെ വളർത്തുകയും വിൽപ്പനയും ഉണ്ട്. ന്യൂസ് 10 മുണ്ടുമൊഴി. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.